രാഗം പാടിവരുന്നേ വീണാരാഗം. ആത്മാനന്ദം പരമാനന്ദം സപ്തസ്വരരാഗം. ജഗസുഖമംഗളം സംഗീതമേ സംഗീതമേ. സാന്ത്വനസ്വരരാഗം. നീലവാനം നീന്തി വരുന്നേ ദേവരാഗം പാടി വരുന്നേ. നീലവാനം നീന്തി വരുന്നേ ദേവരാഗം പാടി വരുന്നേ. നാരായണ നാരായണ നമോ നാരായണ. നാരായണ നാരായണ നാരായണ. പ്രണാമം പ്രണാമം. നാരായണ 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 നാരായണ. വന്നാലും മഹാമുനെ. പ്രണാമം പ്രഭു. പറയൂ, അങ്ങയുടെ സഞ്ചാരവേളയിൽ അങ്ങ് കണ്ട കൗതുകങ്ങൾ എന്തെല്ലാമാണ്? അങ്ങയുടെ വാക്കുകളിലൂടെ അത് കേൾക്കുമ്പോൾ നമുക്കത് നേരിൽ കണ്ട അനുഭൂതിയാണ്. എല്ലാം അങ്ങയുടെ ലീലാവിലാസങ്ങൾ തന്നെ. ത്രൈലോക സഞ്ചാരിയായ അങ്ങയുടെ അനുവാദമില്ലാതെ ത്രിഭുവനങ്ങളിൽ ഒന്നും നടനമാടില്ല. പിന്നെ നാം കണ്ട കാഴ്ചകൾ അതെല്ലാം അങ്ങയുടെ ഇച്ഛയുടെ ബാക്കിപത്രങ്ങളാണല്ലോ. പിന്നെ നാം വന്നത് മറ്റൊരു കാര്യം ഉണർത്തിക്കാനാണ്. മധുരാപുരിയിലെ രാജാവായ കംസൻ ഭൂമിയും പാതാളവും സ്വർഗവും അടക്കി വാഴുന്നു. അവന്റെ ദുഷ്ടപ്രവൃത്തികൾ കൊണ്ട് ജനങ്ങൾ സദാ ദുഃഖിതരാണ്. പ്രഭോ, സാധാരണക്കാരായ വിഷ്ണുഭക്തർ അവന്റെ നീചപ്രവൃത്തികളിൽ ഭയചിത്തരാണ്. അവന്റെ നീചപ്രവൃത്തികളിൽ അവശരാണ്. 3 ലോകങ്ങളിലും അവന്റെ ആക്രമണം സഹിക്കാൻ വയ്യാതെ അങ്ങയുടെ ഭക്തർ ശ്വാസം മുട്ടുന്നു. ദേവന്മാരും ഋഷിശ്രേഷ്ഠന്മാരും അവന്റെ ആയുധത്തിന് മുന്നിൽ തോറ്റു പിന്മാറുന്നു. യാഗങ്ങളും ഹോമകുണ്ടങ്ങളും അവന്റെ ആൾക്കാർ നശിപ്പിക്കുന്നു. മഹാമുനീശ്വരന്മാരുടെ ശിരസ്സറുത്ത് അവർ കെട്ടിത്തൂക്കുന്നു. ഭൂമിയും പാതാളവും സ്വർഗവും അവന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ പതറി നിൽക്കുന്നു. അങ്ങയെ മുഖം കാണിക്കാൻ, അങ്ങയെ കണ്ട് കരഞ്ഞപേക്ഷിച്ച് ഈ കെടുതിയിൽ നിന്നും രക്ഷ നേടാൻ ദേവഗണങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു പ്രഭു. മഹാമുനെ, അങ്ങയുടെ വാക്കുകൾ നമ്മെ അസ്വസ്ഥനാക്കുന്നു. നാം എന്തു ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ത്രൈലോകജ്ഞാനിയായ അങ്ങയ്ക്ക് ഈ എളിയവന്റെ ഉപദേശങ്ങൾ നാം അതിന് അർഹനാണോ പ്രഭു? നാരായണ നാരായണ. ദാ പറഞ്ഞു തീർന്നില്ല, അവരിങ് എത്തിക്കഴിഞ്ഞു. ആ വരൂ വരൂ. ആ എല്ലാവരും ഉണ്ടല്ലോ. പ്രണാമം. ജലവും വായുവും അഗ്നിയും. ഞാൻ പറഞ്ഞില്ലേ മഹാപ്രഭു, അങ്ങയെ തേടി എല്ലാവരും ഇങ്ങ് എത്തണമെങ്കിൽ ശത്രു എത്ര ബലവാനാണെന്ന് നാം അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. പറയൂ ദേവേന്ദ്ര, നാം അറിഞ്ഞതൊക്കെ സത്യമോ? സത്യം, സത്യം മാത്രം പ്രഭു.
അസുര ചക്രവർത്തിയായ കംസൻ ഭൂമിയും സ്വർഗവും പാതാളവും എല്ലാം കീഴ്പ്പെടുത്താൻ ശക്തിയുള്ളവനാണ്. അവന്റെ ക്രൂര പ്രവൃത്തികൾക്ക് മുന്നിൽ ഈ പ്രകൃതി പോലും വിറങ്ങലിച്ചു നിൽക്കുന്നു. കംസനും അവന്റെ കൂട്ടാളികളും ചേർന്ന് ഈ ത്രിഭുവനങ്ങളിൽ അഴിഞ്ഞാടുന്നു. സാധുക്കളായ പ്രജകളും നിരാലംബരായ സ്ത്രീകളും അബലകളായ ശിശുക്കളും എന്തിന് പക്ഷിമൃഗാദികൾ പോലും അവന്റെ ആളുകളാൽ വേട്ടയാടപ്പെടുന്നു. യുദ്ധവും ആക്രമണവും അഴിച്ചുവിട്ട് അവനവന്റെ സാമ്രാജ്യത്തിന് വെൺകൊടി പാറിക്കുന്നു. അങ്ങേക്കിത് കാണാനാവുന്നതല്ലേ? രക്ഷിക്കണം. ആ അസുര ചക്രവർത്തിയെ അങ്ങ് അവതാരമെടുത്ത് ഉന്മൂലനം ചെയ്യണം. അതേ പ്രഭു, എന്റെ തീനാളങ്ങളെക്കാൾ എത്രയോ 10 മടങ്ങാണ് അവന്റെ വീരന്റെ തീനാളങ്ങൾ. അവന്റെ മുന്നിൽ നാം നിസ്സഹായരാണ് പ്രഭു. സർവനാശത്തിന് പ്രളയമെന്ന് വിശ്വസിച്ച നാം അല്പം അഹങ്കരിച്ചിരുന്നു. പക്ഷേ അടിയന്റെ ശക്തി അവന്റെ കാൽ കീഴിൽ അടിഞ്ഞമർന്നു പ്രഭു. ഞാനില്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും മൺമറഞ്ഞു പോകുമെന്ന മൂഢസ്വർഗത്തിലായിരുന്നു പ്രഭു അടിയൻ. പക്ഷേ അവന്റെ ശക്തിക്ക് മുന്നിൽ എൻ്റെ അന്ധമായ വിശ്വാസം തകർന്നടിഞ്ഞു. അങ്ങു കനിയണം. ആ അസുര ചക്രവർത്തിയെ വധിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. അതേ പ്രഭു, ആ രൗദ്രതാളത്തെ കീഴ്പ്പെടുത്താൻ അങ്ങയുടെ മറ്റൊരു അവതാരം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സമാധാനവും സന്തോഷവും തിരിച്ചു വരാൻ, നാരായണ ഭക്തർക്ക് ആശ്വാസത്തോടെ ജീവിക്കാൻ, സ്നേഹവും സമ്പന്നവുമായ ഒരു പുലർകാലം കണ്ടുണരാൻ അങ്ങയുടെ ഭക്തർ ആഗ്രഹിക്കുന്നു. ദേവാദിദേവ, അങ്ങതിന് കനിയണം. നാരായണ നാരായണ.